ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് വേൾഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഓൺലൈനായിട്ട് കുറേ പ്രൊഡക്ട്സുകൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിൻ്റെ റിവ്യൂസ് എല്ലാം നമുക്ക് കാണാം. പ്രൊഡക്ട്സും റിവ്യൂസും എല്ലാം നമുക്ക് കാണാം. ആദ്യം തന്നെ ഒരു ഓയിൽ ബോട്ടിലാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഓയിൽ ബോട്ടിൽ. ഇത് വന്നിട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഓയിൽ ബോട്ടിലാണ്. ഇത് എനിക്ക് തോന്നിയൊരു ഡിഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂടി പൊട്ടിപ്പോകുന്ന സമയത്ത് ഇതിൽ കൂടി എല്ലാം ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെറിയ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൂടി പൊട്ടിപ്പോയി. പക്ഷേ വലുതിൻ്റെ പ്രശ്നമില്ല, കുറേ ആയി ഞാൻ യൂസ് ചെയ്യണു. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിയത്. ഇത് കുപ്പിയാണ്. നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർക്ക് പോലെയാണ് ഇതിൻ്റെ മൂടി. അപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒന്നുമില്ല, സൈഡ് പൊട്ടിപ്പോകാനും. പിന്നെ കോർക്ക് മാത്രമായിട്ടും വാങ്ങാൻ കിട്ടും ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ. നല്ല യൂസ്ഫുള്ളാണത്. ഓയിലൊന്നും ഇവിടെ താഴെ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ കൂടി ഒന്നും ഒഴുകി വരിക, കയ്യിലൊന്നും ഓയിലാവേ അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ 2 ബോട്ടിലും വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ അടുത്തത് ഇതൊരു ഓയിൽ സ്പ്രേ ആണ്. ഉണ്ടോ, ഇവിടെ ഇങ്ങനെ വെച്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രേ ആവുന്ന രീതിയിലുള്ളതാണ്. ഇതൊരു ഓയിൽ സ്പ്രേ. ഇനി ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ, അതാണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഐറ്റം എടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പുറത്തുള്ള ഒരു ഐറ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എടുക്കാവുന്നതാണ്. ഉണ്ടോ, ഇതും നല്ലൊരു യൂസ്ഫുൾ ഐറ്റമാണ്. ഇനി അടുത്തത് ഇതൊരു സ്ക്രബ്ബറാണ്. നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു തരം സ്ക്രബ്ബറാണിത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇതൊന്നും കേടുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ കമ്പിയൊന്നും വിട്ട് വരികയോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര സോഫ്റ്റാണ്. ഉണ്ടോ, പക്ഷേ നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്നതാണ്. ഇത് ഒരു ഫ്രഷ് പീസാണ്. ഇനി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത് കാണിച്ചു തരാം. കുറേ ആയി ഉപയോഗിച്ചുകൊണ്ടിരിക്കണു. കണ്ടോ, ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാം പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം വൃത്തിയായിട്ട് ഇത് കഴുകിയിട്ട് വെക്കുകയും ചെയ്യാം. ഇത് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറാണ്. ഇത് കുറേ ആവുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിയിട്ട് വരികയൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ മറ്റേത് ഇതുപോലെയൊന്നും വരില്ല. പിന്നെ ഇതൊരു മാറ്റാണ്. നമ്മൾ ഒരു തരം മാറ്റല്ല, നമ്മളിങ്ങനെ സ്പോഞ്ച് പോലെ ഇങ്ങനെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യും, കിച്ചൻ്റെ ടോപ്പുകളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. ഇതും കുറേ കാലം നിൽക്കുന്നുണ്ട്. വാഷ് ചെയ്തെടുക്കാം. നമുക്ക് സോപ്പ് വെള്ളത്തിലെല്ലാം ഇട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് പല ആൾക്കാർക്കും അറിയുന്നതായിരിക്കും, കുറേ ആയിട്ട് ഇതുള്ളതാണ്. ഇതൊരു മൈക്രോ ഫൈബർ തുണിയാണ്. ഇതും നമുക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഡൈനിങ് ടേബിളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ തുടയ്ക്കാനായിട്ടോ അതെല്ലാം പാത്രങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കാനായിട്ടോ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി മൈക്രോ ഫൈബർ ആയിട്ടുള്ള തുണിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി. ഇവിടെ ഞാനിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ മിക്സിയൊക്കെ ഒന്ന് പൊടിക്കണം എന്ന് പറയുമ്പോൾ നനവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഞാനിങ്ങനെ തൂക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് നമുക്ക് കഴുകി വെക്കാവുന്ന പാത്രമാണ്. ഇത് വന്നിട്ട് അടിയിലിങ്ങനെ ഒരു ട്രേ പോലെയുണ്ട്. ഉണ്ടോ, ഇതാണ് സമയത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെള്ളമെല്ലാം ഇതിൽ കൂടെ വന്നു പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ പാത്രം കഴുകിയല്ലോ, പാത്രം കഴുകിയിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ വെള്ളമെല്ലാം ഒറ്റിപ്പോകും. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അറിയാതെ തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ആക്കി വെച്ചാൽ കണ്ടോ വെള്ളമെല്ലാം ഇതിൽ കൂടെ പോകും. അപ്പോൾ സിങ്കിൻ്റെ ഇവിടെ ക്ലീൻ മറ്റേ ടേപ്പ് കിച്ചൻ്റെ ടോപ്പ് എപ്പോഴും വെള്ളമൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ നമ്മൾ സിങ്കിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സംഭവം. പിന്നെ ഇതേപോലത്തെ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വിത്ത് പിടിയായിട്ട് കണ്ടോ, ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് സിങ്ക് കഴുകാനെല്ലാം നമ്മൾ കൈയൊന്നും ആവാതെ തന്നെ വളരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിത് കഴുകാവുന്നതാണ്. അങ്ങനെ ഇതൊരു പ്രൊഡക്റ്റ്. പിന്നെ നെക്സ്റ്റ് കണ്ടോ, ഇത് വന്നിട്ട് സോപ്പ് ലോഷൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു സ്വാന് പോലെ ഉണ്ട് അല്ലേ. ഇത് നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സോപ്പ് ലോഷൻ ആക്കിയിട്ട് ഇത് മൂടി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇതിൽ സോപ്പിൽ മുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ആക്കി കൊടുത്താൽ തന്നെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വരും. എന്നിട്ട് പാത്രം കഴുകിയിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു സ്റ്റെയിനർ. നമ്മൾ കിച്ചണിലെല്ലാം നമ്മൾ കഴുകുന്ന സമയത്ത് വേസ്റ്റൊക്കെ കാണുന്നുണ്ടല്ലോ, കിച്ചൺ വേസ്റ്റ്, പാത്രം പ്ലേറ്റ് അതൊക്കെ കഴുകുന്ന സമയത്ത് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വേസ്റ്റും ഈ സ്റ്റെയിനറിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവും. എന്നിട്ട് നമുക്കതിനെ കളഞ്ഞ് വാഷ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും വേസ്റ്റൊന്നും പോകില്ല. എന്ത് തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ വേസ്റ്റ് എന്ത് ഫുഡ് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് തന്നെ പോയിട്ട് നിൽക്കും.
ഒരിക്കലും അതിൻ്റെ അടിയിൽ പോകില്ല. ഇത് നമ്മൾ എടുക്കാം, ഇത് കൊട്ടിക്കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാവുന്നതുമാണ്. പിന്നെ ഒരു സംഭവം എന്നുള്ളത് ഇതേപോലെ കത്തികളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. കത്തി വെക്കാം, ആവശ്യത്തിന് സ്പൂണ് വെക്കാം, ഇവിടെ 2-3 ഇതുണ്ട്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും തൂക്കി വെക്കുകയാണെങ്കിൽ വെക്കാം. അതും ഇതേപോലെ ഇതിൻ്റെ അടിയിൽ ഒരു ട്രേ ഉണ്ട്, ഈ കാണുന്ന ബ്രൗൺ ട്രേ ഇതുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് കഴുകി വെക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തോടെ നമ്മൾ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇങ്ങനെ വെച്ചു ഇതിൻ്റെ അടിയിൽ വേസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും, നമുക്കതൊക്കെ എടുത്ത് കഴുകി മാറ്റാവുന്നതും വീണ്ടും തുടച്ച് വെക്കാവുന്നതും ഒക്കെയാണ്. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നമ്മൾ കത്തി, കത്രിക, കുറച്ച് കയ്യിൽ അങ്ങനെ എല്ലാം ആയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്പൂൺ സ്റ്റാൻഡാണ്. നമുക്ക് ആവശ്യത്തിന് സ്പൂണുകൾ, ഫോർക്കുകൾ അങ്ങനെ എല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പൂൺ സ്റ്റാൻഡാണിത്. കുറേ ഇട്ട് വെക്കാം. ഇതിൽ 3, 4, 5, 6, 4 24 സ്പൂണുകൾ നമുക്കിതിലിങ്ങനെ വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സംഭവം ഈ ബാത്റൂമിലേക്കൊക്കെ ഉള്ള ഒരു ബ്രഷാണ്. ബാത്റൂമിലേക്കൊക്കെ കഴുകാൻ പറ്റുന്ന ഒരുതരം ബ്രഷ്. ഈ ബ്രഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ പച്ച കാണുന്നില്ലേ, ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഈ ഒരു ടൈപ്പ്, പിന്നെ ഈ ഒരു ടൈപ്പ്, പിന്നെ ഈ കാണുന്ന മഞ്ഞ. ഇങ്ങനെ 3 സംഭവങ്ങളാണ് ഉള്ളത്. ഇതിൽ നമുക്ക് ഒരു ബ്രഷ് വന്നിട്ട് ഇവിടെ നമ്മൾ നിലത്തെല്ലാം ഇങ്ങനെ ഉരച്ച് കഴുകും. പിന്നെ ഇതിൻ്റെ സൈഡ് ഒക്കെ ഒന്ന് ഉരയ്ക്കണം എന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഉരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ. പിന്നെ ഈ മഞ്ഞ കളറിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കിത് വളരെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എപ്പോഴും ബാത്റൂമിൽ ഫുൾ വെള്ളമായിരിക്കും അല്ലേ. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് പിന്നെ നിൽക്കുക, കുറേ നേരം ഉണങ്ങി പോവുക ഒക്കെ പറയാം. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂസ്ഫുള്ളായി തോന്നുന്നത് ഇതിങ്ങനെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. അതല്ല നമ്മൾ ബാത്റൂം കഴുകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സോപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്തിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ വേഗം ബാത്റൂമെല്ലാം ഉണങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടോ. എത്ര വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളം എത്ര പെട്ടെന്നാണ് പോകുന്നത്. വേഗം ബാത്റൂം എല്ലാം ഉണങ്ങി കിട്ടും. എനിക്ക് ഈ ബാത്റൂം എന്നും ഇങ്ങനെ നനഞ്ഞ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇതിങ്ങനെ വൈപ്പ് ചെയ്ത് വിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും. അങ്ങനെ നോക്കി ഞാൻ വാങ്ങിയൊരു സംഭവമാണിത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. കണ്ടോ, ടൈൽസിലെല്ലാം ഒട്ടിക്കാൻ പറ്റുന്ന, നമ്മൾ ഓരോ പ്രാവശ്യം ആണിയൊന്നും തല്ലി വെക്കാതെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതേപോലത്തെ ഒരു സാധനവും അതേപോലെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ വാങ്ങിയിരുന്നു. പക്ഷേ ഇത് ഡിഫക്റ്റ് ആയിരുന്നു. ഇത് നമുക്ക് വെയിറ്റ് ഒന്നും തൂക്കാൻ പറ്റില്ല. ഇങ്ങനെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തൂക്കാൻ പറ്റുള്ളൂ. ഈ ഗോൾഡൻ കളറിൽ ഇങ്ങനെ വരുന്നതല്ല, അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഇത് വൈറ്റ്, ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് വേറെ കാണിച്ചു തരാം. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. വെയിറ്റ് എല്ലാം, അത്യാവശ്യം വെയിറ്റ് എല്ലാം തൂക്കാൻ പറ്റുന്നതും ഡ്യൂറബിളായിട്ട് നിൽക്കുന്നതുമാണ്. ഇത് നമുക്ക് കിച്ചണിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാത്റൂമിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ബ്രഷ് തൂക്കാനായിട്ടും കിച്ചണിലൊക്കെ പാത്രങ്ങൾ അത്യാവശ്യം തൂക്കാനായിട്ടെല്ലാം ഇത് നമുക്ക് പറ്റും. ടൈൽസിൽ വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. ഇതിൻ്റെ അടിയിലൊരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ മെല്ലെ അടർത്തിയിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഏത് സർഫസിലാണോ ഒട്ടിക്കേണ്ടത് ആ സർഫസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതിൻ്റെ സ്റ്റിക്കർ അടർത്തി ഒട്ടിക്കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഞാനിവിടെ ചായപാത്രം തൂക്കാൻ വേണ്ടി ഒട്ടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം വെയിറ്റുള്ളൊരു പാത്രം തന്നെയാണ് ഇത്. അത് താങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിനെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കവറാണ്. ഇത് എലാസ്റ്റിക്കാണ്. കണ്ടോ, നമുക്കിങ്ങനെ എടുത്ത് വാഷ് ചെയ്യാം, ഇടാം. ഇത് എലാസ്റ്റിക്കാണ്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയറിൻ്റെ എപ്പോഴും ചെയർ പുത്തം പോലെ ഇരിക്കുകയും ചെയ്യും. കവറിട്ടിട്ട് അതിൽ നമുക്ക് അഴുക്കാവുകയാണെങ്കിലും ചെയറിലൊന്നും ആവില്ല. ഈ കവറിൽ മാത്രമേ ആവുള്ളൂ. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. പിന്നെ ഇതൊരു സിലിക്കോൺ ബ്രഷാണ്. ഉണ്ടോ, സിലിക്കോണിൻ്റെ ഒരു ബ്രഷാണ്. നമ്മൾ കുപ്പി കഴുകാൻ, ചെറിയ കുപ്പികളൊക്കെ കഴുകാനാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇട്ടിട്ട് കഴുകാനെല്ലാം എളുപ്പമാണ്. കാരണം നമുക്ക് ഇതിനകത്ത് കൈ ഇട്ടിട്ട് കഴുകാനൊന്നും പറ്റില്ലല്ലോ. ഈ ചെറിയ കുപ്പിക്കകത്തൊന്നും കൈയിട്ട് കഴുകാനായിട്ടൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് വൃത്തിയായിട്ട് ഇങ്ങനത്തെ ചെറിയ കുപ്പികളാണെങ്കിലും കഴുകിയെടുക്കാവുന്നതാണ്. ബോട്ടിൽ അതെല്ലാം കഴുകാനായിട്ട് സാധിക്കും. ഇത് സിലിക്കോൺ ആയ കാരണം നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഫ്ലെക്സിബിളൊക്കെയാണ്. പിന്നെയുള്ളത് ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഇവിടെ 2 തരം ഫ്രൂട്ട് ബാസ്ക്കറ്റുകളുണ്ട്. ആദ്യം ഞാൻ ഈ ഒരു ടൈപ്പാണ് വാങ്ങിയത്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഇത് മടക്കിയെടുത്ത് വെക്കാനും എല്ലാത്തിനും സൗകര്യമായി പറ്റുന്നതാണ്. കുറേയൊക്കെ ഫ്രൂട്ട്സ് വെക്കാനായിട്ട് സാധിക്കും. അത് സിബ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് സിബ് അടയ്ക്കാനും അതൊക്കെ ആയിട്ട് പറ്റും. ഇതിനകത്ത് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വെച്ച് സിബ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്ന് പെടില്ല.
അതേപോലെ തന്നെയാണ് ഇതുപോലത്തെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാസ്ക്കറ്റാണ്. ഇതിനകത്തൊരു നെറ്റ് പോലെ ഇട്ടിട്ട് ഇതും സിപ്പ് ടൈപ്പാണ്. ഇതും നമുക്ക് മറ്റേതുപോലെ മടക്കി വയ്ക്കാനൊന്നുമില്ല. ഇതൊരു സ്ഥലത്ത് ഇങ്ങനെ വെക്കാൻ തന്നെയാണ് പറ്റുള്ളൂ. ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മടക്കിയിട്ടൊക്കെ എടുത്ത് വയ്ക്കാൻ വളരെ കുറച്ച് സ്പേസും അങ്ങനെയൊക്കെയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ 2 ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്താണെങ്കിലും ഞാൻ 2 ഉപയോഗിക്കുന്നതാണ്. ഇതിലിപ്പോൾ ഫ്രൂട്ട്സ് കഴിഞ്ഞു, ഓറഞ്ച് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഇതും രണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ അടുത്ത ഐറ്റം ഇത് കണ്ടോ, ഇതൊരു മാറാല ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള സംഭവമാണ്. ഫാനെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഇങ്ങനത്തെ സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടു, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളം നമുക്ക് നീളം കൂട്ടണോ അത്രത്തോളം നീളം കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്ലെക്സിബിൾ ആക്കാനും പറ്റും. ഇത് നമുക്കിങ്ങനെ വളയ്ക്കാം. കണ്ടോ, ഇങ്ങനെയെല്ലാം വളയ്ക്കാം. ഇങ്ങനെ വളച്ചതിന് ശേഷം നമുക്ക് ഫാനെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ റൂഫൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ സാധിക്കും. ഇതിൻ്റെ മേലെല്ലാം റൂഫ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫാൻ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ ടെറസിൻ്റെ മേലെ മാറാല അങ്ങനത്തെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതും നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് ഇത് വെച്ചിട്ട്. നോക്കോളൂ, ഇതിപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വേണ്ടതല്ലേ. ഇപ്പോൾ ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിലും സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ആയ കാരണം നമുക്ക് എവിടെയും സ്ക്രാച്ച് വരുന്നുള്ളതോ ഒന്നുമില്ലല്ലോ. ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടെല്ലാം സാധിക്കും. അതിൻ്റെ ടോപ്പൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം. അതുപോലെ ചുമരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ അതേപോലെ നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണെന്നുണ്ടെങ്കിലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരണം നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതുമാണ്. ആവശ്യം കഴിഞ്ഞാൽ നമുക്കിതിനെ മടക്കി ഇത്രയേ ഉള്ളൂ, സൂക്ഷിച്ച് വയ്ക്കാവുന്ന എളുപ്പമാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഈ കിച്ചൻ്റെ റാക്കിൻ്റെ മേലെ എല്ലാം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, എല്ലാവരുടെയും. അതുപോലെ എക്സോസ്റ്റ് ഫാന് എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഏത് സർഫസ് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ തട്ടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഒരു അടിപൊളി സംഭവമാണ്. ഇതാണ് സ്പൈസ് ബോക്സ്. കണ്ടോ, ഇതിനകത്ത് നമ്മൾ പട്ട, കറിയാമ്പൂ, ഏലക്ക, പെരുംജീരകം, മല്ലി, കുരുമുളക് അങ്ങനത്തെ സ്പൈസസ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. സ്പൈസസ് വേണം തന്നെ ഇല്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും, നട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് വെക്കാം. ഇനി അതെല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അത് ഇടാം, എന്താണെങ്കിലും. പക്ഷേ ഞാനിവിടെ ഇത് ഇങ്ങനെ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് സ്പൈസസ് എടുക്കുന്ന സമയത്ത് എല്ലാതും എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പാത്രം തുറന്ന് എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും തോന്നിയിട്ട് ഞാൻ ഓർഡർ ചെയ്താണ് ഇപ്പോൾ.